सनम कोशियम का जो हमने इंट्रो सीन देखा ना, उसके अंदर मजा आ गया। जैसे ही उन्होंने अपने वो कॉन्टैक्ट लिस्ट पढ़नी शुरू की ना, वहीं पे गेम चेंज होती गई। अब देखते हैं आगे क्या होगा, इनके बीच में इंटेरोगेशन चलती है, क्या होता है। तो आप भी देखो, लेट्स स्टार्ट। कितना सरसर कर रहे हैं ब्लैक ट्री സൽക്കാരമൊക്കെ നേരത്തെ കഴിഞ്ഞല്ലേ ഇനി കൂടുതലൊന്നും വേണമെന്നില്ല. ऐसी कॉन्टैक्ट लिस्ट होनी चाहिए ना, सब पढ़े उसी टाइम। മാസത്തിലൊരിക്കലും ഒരു ചടങ്ങ്, പോലീസും എക്സൈസും ഫോറസ്റ്റും കൊണ്ടുള്ള ഒരു കോമ്പി. അതിന്റെ പർപ്പസ് തന്നെ ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് വിടാൻ തോന്നിയാലും വിടാൻ പറ്റില്ല, കാരണം എല്ലാവരും കൂടി ഇൻവോൾവ് ആയതുകൊണ്ട്. അങ്ങോട്ടാണ് സാറ് ഒന്ന് കയറിയത്. ഒരു അബ്കാരി ഓഫൻസ്, പക്ഷേ സംഭവം സീരിയസ് ആയത് സാർ എക്സൈസ് ഓഫീസറെ കയറ്റം ചെയ്തപ്പോഴാണ്. ഞാൻ അവനെ ആദ്യം കൈവച്ച് അവനല്ല എന്നെ വണ്ടിയിൽ നിന്ന് വലിച്ച് താഴെ ഇട്ട്. സാറ് ഡോറി ചാരി എന്ന് പറയുന്ന അയാൾ കണ്ടിട്ടുണ്ടാവില്ല. കാണാതിരിക്കാൻ അവനെന്താ കണ്ണോട്ടനാ റാസ്കൽ. ഓ റാസ് സാർ അതോട് ഓ നോ, താൻ എന്നെ ചേട്ട തെളിച്ചോ? ഒന്നല്ല 2 പ്രാവശ്യം. दो बार मारा है। സാർ ഒരുപാട് വയലന്റ് ആയിരുന്നു. पर वो उनकी क्या गलती? ഇത്രയും പോലീസുകാരും ഗാർഡുമാരും പിടിച്ചിട്ടും സാറിനെ നിർത്താൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് ഒരു എക്സൈസ് ഓഫീസറുടെ കഴുത്ത് സാറിന്റെ കൈ കിടന്ന് പഠിക്കും. സാർ ആരാ എന്താണെന്നറിയാതെ ആ സമയത്ത് റിസീവിന് എന്ത് ചെയ്യേ? ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. अरे है प्रॉपर पे कौन? സാർ സംയമനത്തോടെ കേൾക്കണം. പാതിരാത്രി ഒരുത്തനെ വണ്ടിയിൽ നിന്ന് വലിച്ചിട്ട് അടിയും കൊടുത്ത് മുണ്ടും പറിച്ച് സ്റ്റേഷനിൽ കൊണ്ടിട്ട സംയമനം ഇച്ചിരി കുറയും. അതുകൊണ്ട് ഞാൻ സംയമനം നോക്കേണ്ട കാര്യം പറ. जल्दी बोलो। ചാർജ് ചെയ്തിരിക്കുന്ന അബ്കാരി ആക്ട് 55A PDPP ആക്ട് സെക്ഷൻ 3 ആണ്. എടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലാത്സംഗമോ കൊലപാതകമോ ഒന്നും അല്ലല്ലോ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താ വെച്ചാൽ നിങ്ങളെ നാളെ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്റെ പണി ഞാൻ കാണിച്ചു തരാം. നാളെ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല സാർ. क्यों? कल क्या है? എന്താ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. സാർ സമാധാനമായിട്ട് കേൾക്ക്. ഈ കേസിൽ മജിസ്ട്രേറ്റിന് ജാമ്യം തരാൻ പറ്റില്ല. अनबेलेबल ऑफेंस। മിനിമം 10-12 ദിവസമെങ്കിലും ओ സാർ സബ് ജയിലിൽ എടുക്കേണ്ടി വരും. 12 दिन सब जेल में। ऐसे केसेस लगा दिए इनके ऊपर। ദാ, സാറിന്റെ ഫോൺ ഏത് വക്കീലാണ് വിളിച്ചു ചോദിക്കും. സബ് ജയിലില് 10-12 ദിവസം. मैं ഞാൻ हाँ, न्या ഹുവ. उनको अभी भी मजाक ही लग रहा है। അതും സെൻട്രൽ ഗവൺമെന്റ് കോട്ട എന്ന് എന്റെ ഒപ്പി പിടിച്ചതിന് നിങ്ങളെ തൊലിഞ്ഞ നിയമം ഒന്ന് കൈ വെച്ചോണ്ടാ മതി. ओ എടോ, 10-17 വർഷം ഞാൻ യൂണിഫോം ഇട്ടതാ. കാട്ടിലും മലയിലും മഞ്ഞത്തും കുറെ ഉറക്കമൊഴിച്ചതാ. ഇപ്പോഴും അതിന്റെ പേര് രാജ്യസേവനം തന്നെ. ഇതിന്റെ പേര് ജയിലിൽ പോയി സൗകര്യം. അല്ല, ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി എന്റെ വണ്ടി എടുത്തോണ്ടെങ്കിൽ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? क्या कर लोगे? बे यार, പറയടോ, എന്ത് ചെയ്യുമെന്ന്. तो चैलेंज कर रहे हैं उनको। നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ വെടിവെച്ചുല്ലോ. തൽക്കാലം ഇപ്പോ ഇവിടെ SI ക്ക് ये क्या? നക്ഷത്രം 2 गेट बंद। अरे ये पुलिस वाले खतरनाक हैं बट सब साथ में काम कर रहे हैं। खुल गया। വെടിവെച്ച് കൊല്ലുന്നില്ലല്ലോ. പറയടോ. ഏയ് അതൊന്നുമില്ല സാർ. അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ ഇവിടുന്ന് പോകാൻ ശ്രമിച്ചാൽ അത് കസ്റ്റഡിയിൽ നിന്ന് ചാടി പോരാ. ഞങ്ങളുടെയൊക്കെ ജോലി പ്രശ്നമായതുകൊണ്ടും നിങ്ങൾ പോവാതെ നോക്കേണ്ട ഞങ്ങളുടെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. फोर्स। താങ്കൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബലം. ओ സാറിന് അങ്ങനെ പോകാൻ പറ്റില്ല. जेल जाना ही पड़ेगा। ലോകം വരെ കണ്ടിട്ടുള്ളല്ലേ. अरे रे, फंस गए। എന്റെ ബന്ധു മാത്രമല്ല, അടുത്ത സുഹൃത്തുക്കൂടാണ് ജോണി. जॉनी एंटनी। അവന്റെ പടം നാളെ ഷൂട്ടിംഗ് തീരാ ഊട്ടിയില്. ബാക്കപ്പ് പാർട്ടിക്ക് പോരുമ്പോ കോട്ട കിട്ടിയ കള്ളു വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് വണ്ടിയിലിട്ടേക്കടാന്ന് उसके लिए लेके जा रहे थे। എടുത്തു വെച്ചാ. ക്രിസ്മസിന് 5 ദിവസമേ ഉള്ളൂ, പോകണ്ടെന്ന് പറഞ്ഞതാ ചാച്ചനും അമ്മച്ചിയും. ഇങ്ങനെയൊക്കെ വരണമായിരിക്കും. 23-ാം തീയതി തിരിച്ചു വന്നിട്ട് പുൽക്കൂട് ഉണ്ടാക്കാന്ന് പിള്ളേരുടെ കയ്യിൽ സത്യം വെച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് 2 പെൺകുട്ടികളാ. ചെറു बेटियां, दिल टूट गया। मेरा भी टूट गया। എടോ, ഇപ്പോ എന്നെ ഇവിടുന്ന് വിടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ?
Is there any way? इनकी ईगो स्टोरी जो थी वो എന്തുവാ ऐसी ചെയ്യാ? थी, पर जो इमोशनल स्टोरी है മോളിൽ वो നിന്ന് തനിക്കൊരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. ऐसे पहले ही बात कर എന്നിട്ട് लेते तो ക്രിസ്മസിന്റെ പിറ്റേ ദിവസം ഞാൻ നേരിട്ട് വന്ന് क्रिसमस के बाद आ जाऊंगा. പിന്നെ 10 15 ദിവസം താൻ പറയുന്ന പോലെ ഞാൻ കിടന്നോളാം. अपने टाइम पे जेल आऊंगा मैं. परफेक्ट है. എന്റെ അമ്മച്ചി വയ്യാതെ കിടക്കാം. ചലോ. ഇനി അടുത്ത ക്രിസ്മസിന് ഉണ്ടാവോ ഇല്ലെന്ന്. क्रिसमस इम्पोर्टेंट है भाई इनके लिए. और उसको रोना आ गया. वो खुद भी जा रही है 4 दिन की छुट्टी पे. ये मैनिपुलेशन तो नहीं था. പറ്റില്ല. സോറി സാർ. ओ സാർ ആരെങ്കിലും വിളിച്ച് കാര്യം അറിയിക്കും. बे यार ये तो फंस गए. वो रख दिया. जेल का दरवाजा भी बंद कर दो. क्या हो गया? नाटक. अभी तीसरा ये सारे पैतरे यूज कर रहे हैं अपने. हाँ. എനിക്ക് माइग्रेन. എനിക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല. Can't handle this pressure. എടോ എനിക്ക് കുറച്ച് മദ്യം വേണം. अरे यहाँ थोड़ी दारू यार, मिलेगी. दारू. ഇത് ഡ്രൈലാൻഡാ. എങ്ങനെ മദ്യം കിട്ടാനാണ്? എടോ എന്റെ കുപ്പിയിലാണ് water ഞാൻ pressure. വിഷപ്പെടുത്തിയിരിക്കുന്നത്. അത് 20 മുതലല്ലേ സാർ? അത് മാസത്തിൽ സീൽ ചെയ്ത് കഴിഞ്ഞില്ലേ? Oh my God, ये क्या അത് कर seal क्या हो रहा ചെയ്ത് है? വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ? പൊട്ടിച്ച് 4 ഒഴിച്ച് എന്നിട്ട് വീണ്ടും സീൽ ചെയ്യണോ? അലക്കി. ഹോ, ദേ എന്റെ കയ്യിൽ നിന്ന് പോവാൻ. देंगे. वो तो रेडी थी. वो ग्लास और बोतल लेके आई है. उसने सर के आंसर का वेट नहीं किया. हाँ, തണുത്ത വെള്ളമില്ല. ठंडा पानी नहीं. വെള്ളമൊക്കെ ഞാൻ കൊടുത്തോളാം. ജിസിയില്ല. आइस क्यूब्स नहीं है भाई, सॉरी. ഈ വരുന്ന റിപ്പബ്ലിക് ഡേക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ വാങ്ങേണ്ട എസ് ഞാൻ ഞാനാ 20 മുതലിന്റെ സീല് പൊട്ടിച്ച് പ്രതിക്ക് മദ്യം ഒഴിച്ചു കൊടുക്കണം. അതും ഡ്രൈലാൻഡിലെ പോലീസ് സ്റ്റേഷനിൽ വെച്ചു. പുറത്തറിഞ്ഞ മെഡല് മാത്രമല്ല मेरे को ऐसा ജോലി लग रहा है ये തന്നെ कुछ रिकॉर्ड कर रहे हैं. ചെയ്യും. ഇനി 2 കൊല്ലം കൂടി ഉള്ളൂ റിട്ടയർ ചെയ്യാൻ. कोई फंसा देंगे लग रहा है मुझे. और मेरे को ये ऑफिसर अच्छे लग रहे हैं. ओले इनके साथ बुरा ओले नहीं वीडियो होना बन रही है. चाहिए. इनके साथ बुरा नहीं होना चाहिए कुछ. यार ये बहुत चालाक आदमी है सच में. ओ वाह. ये तो मैंने दूध के साथ मिक्सिंग देखी थी. always works this thing. അല്ല കട്ടപ്പനയിൽ ഇപ്പൊ തിരിച്ചാലും പാലക്കാടെത്താൻ നാളെ ഉച്ചയെങ്കിലോ പാലക്കാടുള്ള ആരെങ്കിലും വിളിക്കണേ. ജിസി इसको तो मत फंसाओ यार. ഇതുകൊണ്ട് സീൽ നമ്പർ മാറണം. चलो पियो. വെള്ളം. मेरे को ऑफिसर के लिए बुरा लग रहा है यार. वो बेचारे एक तो मान रहे हैं उनकी बातें. ഞാൻ ഉടനെ ഇറങ്ങും. സാറിന് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് ജനറൽ ഹോസ്പിറ്റൽ. പ്രൊസീജിയറാ. ഇത് രാവിലെ വാ. അയ്യപ്പൻ നായർ അല്ലേ? അയ്യപ്പൻ എന്നുള്ളത് അമ്മയുടെ അച്ഛന്റെ പേരാ. വീട്ടുകാർക്ക് നായരുടെ പാടത്തായിരുന്നു പണി. नायर फील्ड्स. അച്ഛനാ നായർ. हाँ. സ്കൂളിൽ ചേർത്തപ്പോ അമ്മയുടെ പ്രതിഷേധമായിരുന്നു നായർ നീ. प्रोटेस्ट बाय मॉम. അങ്ങനെ അയ്യപ്പൻ നായർ. ഈ വിജയൻ സാറൊക്കെ ആയിട്ട് എങ്ങനെ? എന്താ ട്രാൻസ്ഫർ വല്ലതും വേണോ? ഏയ് അതൊന്നും വേണ്ട. കോൺസ്റ്റബിൾ ആയിട്ട് കയറിയത് മുതല് ഞാനധികം പാലക്കാട് ജില്ലയിൽ തന്നെ ആയിരുന്നു. നാടിവിടെ മുണ്ടൂല. मंदूर. ഭാര്യയ്ക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയ 2 ഏക്കർ ഭൂമിയുണ്ട് ഇവിടെ. ആദിവാസി സ്ത്രീയാ. ഒരു ചെറിയ വീട് തട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക. ഇവിടം വിട്ടിനി എവിടേക്കാണ് ഒരു ട്രാൻസ്ഫർ. എന്നാ സസ്പെൻഷൻ ആയാലോ? ओ. मेरे को लग रहा है अभी शुरू कर दिया है इन्होंने ये. തമാശ. ഒരു തമാശ പറഞ്ഞ തമാശയൊക്കെ നമുക്ക് രാവിലെ കണ്ടു. मजाक नहीं चलेगा पुलिस के साथ. कल मॉर्निंग में कंटिन्यू करेंगे.
ആ ചാച്ചാ Dad. कितना सुंदर फॉरेस्ट एरिया है ये। बहुत सुंदर। ये बेचारे तो अपना काम ही कर रहे हैं यार। അയാളുടെ വണ്ടി ഓർഡർ മെഡിക്കലിൽ കൊണ്ടുപോയിരിക്കുക. ആ വണ്ടിയില്ല കൊണ്ടുപോയത് നമ്മുടെ ജീപ്പിലാ സാറേ. പക്ഷെ ആ ഡ്രൈവർ പിന്നാലെ കാർ ഓടിച്ച് നടക്കുന്നുണ്ട്. എന്താ ചാടിപ്പോയെന്ന് വിചാരിച്ചോ? ഒന്നുമല്ല പെട്ടെന്ന് ഇതാ. സാർ ആ എന്തൊക്കെയാണ് സുഖല്ലേ പഴനി ഇവരൊന്ന് മരുന്നെല്ലാം വാങ്ങണമെങ്കിലേ ഉണ്ടാക്കാൻ വെച്ചു. आ गई। എന്തായി? സാർ മെഡിക്കൽ കഴിഞ്ഞു. कपड़े अपने चेंज करके आए हैं? എന്റെ ഭാര്യ സാർ കണ്ണമ്മ. तो पूरी उतर गई। ഇന്നലെ പറഞ്ഞു ഇവൻ പ്രതിയല്ലേ, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഈ ഭൂഷണത്തിന്റെ സാറേന്ന് വിളിക്കണേ? ओ भाई उनका ईगो बहुत खतरनाक है। इनकी वाइफ गलत तो नहीं बोल रही। ഒരു പെട്രോൾ പമ്പ്, ഒരു മലഞ്ചരക്ക് കട, 50 ഏക്കർ റബ്ബർ അതും ചാച്ചൻ ഉണ്ടാക്കിയത്, പിന്നെ എന്റെ പെൻഷൻ, എന്നിട്ട് ഞാൻ ബൂർഷ वेल्थ गिनवा ली पूरी। ഉണ്ട്. പെങ്ങൾക്ക് മൊത്തത്തിലൊരു മാവോസത്തിന്റെ മണമുണ്ട്. ओ माओइस्ट बोल रहे। क्या होता है उसका ആ, मतलब? നീ വേണമെങ്കിൽ वो तो है ना माओइस्ट निकल लोग, रहा ना तुझे पता नहीं था? പോകാൻ നോക്ക്. ആ. मतलब वही एंटी गवर्नमेंट और वो सब है। अच्छा अच्छा ओके। അതെ ബസ്സിൽ സൈഡ് സീറ്റൊന്നും ഇരിക്കാൻ വേണ്ട, കാറ്റടിച്ചവൻ ഇനി. കാറ്റും മഴയൊക്കെ കുറെ കൊള്ളാനുള്ളതല്ലേ, അവന് ശീലാവട്ടെ. ആ എങ്ങോട്ടാ ചേച്ചി? ഇതിനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. ആ, വൈഫിന് ഇത് ഏതാ മാസം സതീഷേ? 4 ചേച്ചി. ഇത്തവണ ആൺകുട്ടി ഉറപ്പ്. ചേച്ചിയുടെ നാവ് പൊന്നായിരിക്കട്ടെ. അയ്യോ പൊന്നൊന്നും ആവണ്ട സതീഷേ, എന്നിട്ട് വേണം അങ്ങേർക്ക് അതും കൂടി പണയം വെക്കാൻ. ചെല്ലേ. അപ്പൊ ശരി. ആ ശരി. എന്തായി, അയാൾ തണുത്തോ? എവിടെ? ഞാനൊന്ന് സംസാരിച്ചാലോ? വേണ്ട, സാറ് സംസാരിക്കാനൊന്നും വേണ്ട. വേണ്ടേ? ഈ പിടിപാടുള്ള ഹുങ്ക് കുറച്ചൊന്നുമല്ല സാർ. ആ എന്നാ വേണ്ട. उन्हें खुद ही पता है कि मैं तोप हूँ, पर उनको जेल के अंदर नहीं रखा। എല്ലാം തീർന്നില്ലേ? ഓ സാർ സ്റ്റേറ്റ്മെന്റ് റെഡിയാണ്. ഇനി ഫൈസൽ സാർ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ സമാധാനായില്ലേ? ഇനി കുറച്ചു ദിവസം പോയി യാത്ര ओ अरे मत लड़का बोलो नहीं, उसके नहीं, आगे नहीं, इतना। ഒന്ന് പോടാ. ഫൈസലേ, സർ. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചു നോക്കിയില്ലേ? ഓ സർ. എന്നാ പോകാം നമുക്ക്. സർ. ये रोक रहे हैं सबको। अरे फैजल तो गया। परेशान होगा आगे जाके। സബ് ജയില് പാലക്കാട് 5 മണി കഴിഞ്ഞാൽ ഇന്ന് इनका ऑरा ही बिल्कुल अलग दिख रहा है यार। देखो ब्रैट वाला होता है ना, यहाँ भाई मेरे पास पावर है। हाँ और देखो कैसे देख रहे हैं। ആ ചാച്ചൻ നടത്തി എറണാകുളമായിട്ടേ ഉള്ളൂ. ആ ചാച്ചനൊരു കാര്യം ചെയ്യും, ഇന്ന് പാലക്കാട് ഒരു മുറി എടുത്ത് നിൽക്കുന്നു. ഉമ്മനും ജോബിയും കൂടെ ഇല്ലേ? നമുക്ക് നാളെ കാണാം. എന്താ? ആ ശരി. അട്ടപ്പാടിയിലേക്ക് മദ്യം കടത്തിയതിന് വിമുക്ത ഭടൻ അറസ്റ്റിൽ. പത്രത്തിൽ न्यूज़पेपर में आ गया है। എന്താ സാറേ വോഡ്ക മിക്സ് ചെയ്തിട്ടുണ്ട്. വേണ്ട കുമാര, ओ എന്തായാലും 10-12 ദിവസം അകത്ത് കിടക്കാൻ പോവല്ലേ. ओ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നോയമ്പും എടുക്കാത്ത ഇതൊരു നോയമ്പായിക്കോട്ടെ. फास्ट क्या बात है, ड्रिंक फास्ट। बहुत मुश्किल होगा। കുമാര, എന്റെ പേഴ്സ് വണ്ടിക്കകത്തുണ്ട്. ആവശ്യമുള്ള പൈസ അതിന് അടുത്തേക്ക്. സാറേ വരൂ. ഞാൻ ഇറങ്ങുന്ന ദിവസം ഇതിൽ ഫുൾ ചാർജ് ഉണ്ടായിരിക്കണം. क्योंकि उस टाइम चलेगा। हाँ
हाँ भाई, हाँ भाई। वो बेचारे सर को फंसा दिया। अभी तक फंसाया नहीं है, बस फंसाएंगे निकल के। മെരി ക്രിസ്മസ് സാർ. ആ ഇറങ്ങായോ മോളെ? അപ്പൊ മെറി ക്രിസ്മസ്. താങ്ക് യു സാർ. ആ കാട്ടിക്കേറി പാറ പൊട്ടിച്ച് പ്രതി കിട്ടിയിട്ടുണ്ട്. ഒരു പാവത്താൻ. കാട്ടിക്കേറി പാറ പൊട്ടിച്ചവൻ പാവത്താനാ? യോബിടാ, ആരാണ് ഈ പാറ പൊട്ടിച്ച പാവത്താൻ? ഇവനാ സാറേ, ഇവന്റെ വീട്ടിൽ നിന്ന് വിളിച്ചതാ. पत्थर निकालता था। അമ്പലത്തിലെ വെടിവഴിപാടുള്ള കരിമരുന്നാ സാറേ ഇവൻ മോട്ടിച്ചത്. ओ गन पाउडर। മോട്ടിക്കണതും പാറ പൊട്ടിക്കണൊക്കെ മെമ്പർ കണ്ടോ? ഇവനൊന്നും കണ്ടിട്ടില്ല സാറേ. പക്ഷേ ഞാൻ മോട്ടിച്ചതാ. मान भी गया। ഇത് എന്താ അഹങ്കാരടാ? സാറേ എനിക്ക് 2 പെങ്കൊച്ചുങ്ങളാ. മൂത്ത 10ലും രണ്ടാമത്തെ 8ലും. ആ അതിന്റെ പേരിൽ നീ അംഗീകരിച്ചു. അതൊന്നല്ല. വെടിമരുന്ന് മോട്ടിച്ചതും കാട്ടിക്കേറി പാറ പൊട്ടിച്ചതും അതാ സാറ് ചോദിച്ചത്. വെടിമരുന്ന് റേഷൻ കട വാങ്ങിക്കാൻ കിട്ടത്തില്ല. उससे वो ऐसे ही बात करता है। അതുകൊണ്ടാ സാറേ ഞാൻ इधर ठीक है। ചെറുതായിട്ട്. എന്താ എന്റെ പേര്? സെബാസ്റ്റ്യൻ എന്നാ. സെബാസ്റ്റ്യൻ. സെബാസ്റ്റ്യൻ. എന്തോ മോഷണം, അതും വെടിമരുന്ന്, ലൈസൻസ് ഇല്ലാത്ത എക്സ്പ്ലോസീവ് കയ്യിൽ വെക്കുക, വനമേഖലയിൽ അതിക്രമിച്ച് കയറുക, എന്നിട്ട് അവിടുന്ന് പാറ പൊട്ടിക്കുക, ഇതൊക്കെ ചില്ലറ കുറ്റാണോ? പഗലാ ഗയോ. എഫ്ഐആർ നടത്തിയിട്ടല്ലേ? एफआईआर भी बढ़ എന്നാ गई। പ്രതികർത്തേക്ക് കുറ്റം സമ്മതിച്ചല്ലേ? വല്ല വെട്ടുകേസിലോ കൊലക്കേസിലോ പോകുന്നതിനൊക്കെ ഭേദം ഇതിനാ സാറേ. എന്താ സാറേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 2 പെങ്കൊച്ചുങ്ങളാ. ऐसा बच्चों का ഇവരൊക്കെയാണ് बोलते हैं। വാർഡിലെ മെമ്പറും രാഷ്ട്രീയക്കാരും. പെണ്ണുങ്ങൾക്ക് സൗകര്യം കൊടുക്കാത്ത നമ്പർ ഉണ്ടല്ലേ? महिलाओं को तंग करता है। बोलो बोलो। സാറേ എന്റെ പെങ്കൊച്ചുങ്ങളായിട്ട് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ എനിക്ക് അടച്ചുറപ്പുള്ളൊരു വീട് വേണം. ओके। വീടിന് തറ കിട്ടിയെങ്കിലേ ലോൺ തരുമെന്നാ ബാങ്കുകാർ പറയുന്നത്. വീടിന്റെ തറ കെട്ടാൻ കുറച്ച് കല്ല് ഞാൻ കാട്ടി കയറി പൊട്ടിച്ചെടുത്തു. അല്ലാതെ ഞാൻ കാട്ടി കോറി നടത്തിയില്ല സാറേ. ഇനി ഈ കേസ് ഞാൻ അകത്ത് പോകണമെങ്കിൽ പോവാം. പക്ഷേ എന്റെ പിള്ളേരുടെ കാര്യം സാറേക്കണം. എനിക്ക് സാറിനെ വിശ്വാസമാണ്. अच्छा सब बता दिया। ഇതിപ്പോ എന്ത് ചെയ്യാനോടോ? ഇത് इसको भी जेल डालो वाइट वाले को। അന്വേഷിക്കുന്നുണ്ട്. ആണോ? അങ്ങനെ എഴുതാ. ആ അങ്ങനെ. താനകത്ത് കൊണ്ട. छोड़ दिया। സാറേ ഇത് ചില്ലറ കളിയല്ല കേട്ടോ. നീ ഇത് കുത്തിപ്പൊക്കിയ ഈ എഫ്ഐആറിൽ നിന്റെ പേര് കയറും. നീ ആദ്യം പോടാ. പോടാ. वो कितना स्माइल कर रहे थे। നീ പോകാ. സെബാസ്റ്റ്യ, എന്തോ ആവശ്യത്തിന് കല്ലൊക്കെ ആയല്ലോ അല്ലേ? ഇല്ല സാറേ കുറച്ചുകൂടെ വേണമായിരുന്നു. ഇന്നെടുത്തോ. Take it. കുറച്ച് ഒറ്റ അടിയാന്ന് പറഞ്ഞു. എന്തോ വീടിന്റെ വെഞ്ചരിപ്പിനൊക്കെ വിളിക്കണം കേട്ടാ. ഇതിന്റെ ഒരു വിളിയായിട്ട് കരുതി എല്ലാരും വരണേ. ശരിയേ പോട്ടെ പോന്നേ. ഓ ഇറങ്ങിയാ. Got out. ये क्या था? पुलिस स्टेशन का माहौल ही कुछ अलग है। हाँ। ഇന്നലെ ജാമ്യം കിട്ടിയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന്. ഇതാ ബെയിൽ ഓർഡർ. Bail order. അല്ല ഈ എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ വന്ന് ഒപ്പിടണം Every എന്ന് Monday. പറയുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? നീ പോയിട്ട് തിങ്കളാഴ്ച വാ. അല്ല തിങ്കളാഴ്ച കൊച്ചാപ്പന്റെ മോന്റെ सबकी अपनी ചെക്കന് problem. ഉണ്ടായിരുന്നേ. ആ ഒപ്പ് ഞാൻ ഇപ്പൊ ഇട്ടോട്ടെ. കുട്ടമണി, സ്റ്റേഷനിൽ കയറി ചൊറിയല്ലേ? ചെയ്യാത്ത കുറ്റത്തിനാ എന്നെ കുരുക്കിയത്. തോമസിനെ കുത്തിയത് ആദിവാസി ചെക്കനാന്ന് ഇവിടെ എല്ലാരും കണ്ടതാ. കള്ളും കച്ചാൻ കൊടുത്ത് പിരികേറ്റി ആ ചെക്കനെ കൊണ്ട് കുത്തിച്ച നീയല്ലേ? അപ്പൊ ആ ചെക്കൻ പോയി കിടക്കണ്ട, നീ കിടന്നാ മതി. ഇവിടെ നിനി തൊള്ളയിട്ട കളിക്കരുത്. നീ Don't mess with me. നീ പോണോ ഒന്ന് നിന്നെ ഞാൻ വിടണോ? അയ്യോ ഞാനൊരു കളിക്കൂല്ലേ. ഇനി നീ യൂണിഫോമിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ അന്നേ ഞാനൊരു കളിക്കുള്ളൂ. നീ ആരാ നടന്നിന്റെ വിചാരം? बहुत सारे दुश्मन बना लिया है अपन ने। ഇന്ന് ഞാൻ യൂണിഫോമിൽ നിന്ന് വൈകിട്ട് ഇറങ്ങാറുണ്ടാ. സൗകര്യമുള്ള പപ്പറ അന്ന് നേരത്തെ വരാം. ശരി, നീ പോയി നിന്റെ കടയിലെ സാധനങ്ങൾ ഒരുടെ മാറ്റാൻ നോക്ക്. പുറമ്പോക്കിന്ന് പൊളിച്ചോളേ. പോലീസായും ചോദിച്ചിട്ടുണ്ട് തഹസിൽദാർ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. സുഹിതേ, ഇതെടുത്ത് അപ്പുറത്തെ ഷെഡിൽ വെച്ചേ. വീട്ടിൽ പറയണ്ടായിരുന്നു. എന്നിട്ട് അമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തുണ്ടാവാൻ, ചത്താ കുഴിച്ചിടും. ഞാനായാലും നീ ആയാലും എന്റെ അമ്മച്ചി ആയാലും. ഇത് നീ വേണോന്ന് വെച്ചിട്ടല്ലല്ലോ, വന്നു കയറിയ കുരിശല്ലേ. ചുമക്ക്, കർത്താവും ചുമന്നിട്ടുണ്ട്.
അപ്പൊ ക്രിസ്മസ് ഇല്ല, ഈസ്റ്റർ വരെ സമയമുണ്ട്. അവന്റെ യൂണിഫോമിന്റെ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ബാക്കി. बस आएंगे. ചാച്ചാ, എന്നോടാ സത്യത്തിൽ ചാച്ചന് എത്ര പ്രായം? നിന്നേക്കാളപ്പോ Younger than you. वो बात तो सही थी, 2 daughters वाली. പൊളിക്കാനായിരിക്കും അല്ലേ? കാശില്ലാതെ ലീവില്ല. ക്രിസ്മസിന്റെ അന്ന് റൂബിയും പിള്ളേരും വരും. इनकी वाइफ बहुत अच्छी है. हाँ, और वो लड़ती है मतलब जो सच है उस चीज के लिए. अरे अरे बच्चा, ओ माय गॉड, प्रॉपर वाइफ मिलियन को. ഇത്തവണ ക്രിസ്മസ് ഇല്ല എന്ന് ഞാൻ ചാച്ചനോട് പറഞ്ഞതാണല്ലോ, പിന്നെ എന്നാത്തിന് അറിയാന്ന്. ഇത് ആർക്കാന്ന് വെച്ചോ. अरे हाँ, तो आधी की अपना खाना किसी और को दे दिया. पीछे देते നോയമ്പ वो फास्टिंग फास्ट कर रहे हैं. खाने का भी. अरे ये खा लिया. वो अपनी बेटियों के लिए खाया उन्होंने थोड़ा सा भी. ചാച്ചൻ പറഞ്ഞത് എന്നോട് കരയരുതെന്ന, എന്നിട്ട് പിച്ചായൻ കരഞ്ഞാലടി, പിള്ളേർക്ക് ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, പിള്ളേരെ കൊണ്ടേ പെട്ടെന്ന് വിട്ടോ. അല്ല, ഈ ദിവസമായിട്ട് അച്ഛൻ എന്നതിനെ ഇങ്ങോട്ട് വന്നു. അളിയൻ ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോ എനിക്ക് എന്താ ക്രിസ്മസ്? Brother-in-law. സാറേ ഇതുകൂടെ കണ്ടു. വാ മക്കളെ വാ. ഇച്ചായ, ആ പാത്രങ്ങളൊക്കെ Those plates. ഞാൻ പോരുമ്പോ കൊണ്ടുവന്നോളാം, നീ ചെല്ലേ. ऐसी कौन सी प्लेट्स? मुझे लग रहा है कुछ घर के उसके लिए बोली होंगी. सामान होगा कुछ. कुछ उठा जैसे ये इंस्पेक्टर है उससे बिल्कुल विपरीत इनकी वाइफ है. बिकॉज ये इंस्पेक्टर बहुत ठंडे हैं और हर चीज़ चिल होके सोचते हैं और समझ के करते हैं, पर उनकी वाइफ ऐसी है कि भाई जो उनको चाहिए वैसा वो पा के रहती है. और इनके साथ जो वो सीन था ना, वहाँ दिख रहा है कि इन्होंने वीडियो बना ली है, तो इसका गलत मिसयूज़ करेंगे ही करेंगे. डेफिनेटली करेंगे, क्योंकि मुझे लग रहा है कि दोनों में बहुत ज़्यादा ईगो है. पहले मुझे पुलिस वाले के ऊपर बहुत ज़्यादा गुस्सा आ रहा था, बाद में फिर मुझे इन पे गुस्सा आ रहा था, क्योंकि पुलिस वाले तो अपनी ड्यूटी कर रहे हैं यार, इन्होंने पर वीडियो बना लिया है. तो आगे क्या होता है देखेंगे. तो आपको कैसा लगा कमेंट सेक्शन में जरूर बताया करते हैं. लाइक करते जाए, कमेंट करते जाए, शेयर करते जाए. और सब्सक्राइब करिए. बाय.